अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला रसूलिल्लाह व अला आलिहि വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ക്ലാസിന്റെ നമ്പർ 79. നമ്മുടെ ചർച്ചകൾ ഖവാദിഹുകളാണ്, ഇല്ലത്തിൽ വരുന്ന ഖവാദിഹുകൾ, മോശത്തരങ്ങൾ. ഒമിൻഹ, ആ ഖവാദിഹുകളിൽപ്പെട്ടതാണ് മിനൽ ഖവാദിഹി മിൻഹന്റെ അദ്മീർ മടക്കം. ആ ഖവാദിഹുകളിൽപ്പെട്ടതാണ് എന്തെന്നറിയാമോ? അൽ ഖൗലു ബിൽ മൂജബി, മൂജബ് കൊണ്ട് പറയുക എന്നുള്ളത്. മൂജബ് എന്ന് പറഞ്ഞാൽ ദലീലിന്റെ മൂജബ്. ഒരു ദലീൽ ഇവിടെ ഉണ്ട്, ആ ദലീലിന്റെ മൂജബ് എന്ന് പറഞ്ഞാൽ മുക്തള, ആ മുക്തള കൊണ്ട് പറയുക. അപ്പൊ ദലീൽ എന്താണോ തോടുന്നത് അതാണ് മൂജബ്. അപ്പൊ മൂജബ് ദലീൽ എന്ന് പറഞ്ഞാൽ ആ ദലീലിന്റെ മൂജബ് സമ്മതിക്കുക. അപ്പൊ അതിന്റെ മുക്തത എന്തായിരിക്കും? മറ്റുള്ള തർക്കമുള്ള വിഷയം അവശേഷിക്കുന്നുണ്ട്, ആ അവശേഷിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ മുക്തത തേടുന്നത്. അപ്പൊ ആ മുക്തത കൊണ്ട് പറയുക, അതാണ് മൂജബ്, മുക്തത കൊണ്ട് പറയുക. ഷാഹിദുഹു, ഇതിനുള്ള തെളിവെന്താ? അല്ലാഹു തആലാന്റെ വാക്ക് തന്നെയാണ്. അപ്പോ ഇല്ലത്തില് ഖവാദിൽപ്പെടുന്ന ഒന്നാണ് മുക്തത കൊണ്ട് പറയുക എന്നുള്ളത്. അതിന് ലക്ഷ്യമായിട്ട് ഖുർആൻ വാക്ക് തന്നെയുണ്ട്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി എന്നതാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇത് എവിടെയാണ് അല്ലാഹു തആല പറഞ്ഞത്? ഫി ജവാബി ലാ യുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദല്ല എന്നാണ് ആര് പറഞ്ഞത്? കപടവിശ്വാസികൾ പറഞ്ഞത്. അൽ മുഹ്കി അൽ മുനാഫിഖീന, കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞ വാക്കാണ് ഈ വാക്ക്. ഈ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്, ഹിക്കായത്ത് ചെയ്തുകൊണ്ടാണ്, ആ ഹിക്കായത്ത് ചെയ്തുകൊണ്ടുള്ള മറുപടിയിലാണ് അല്ലാഹു തആല വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലി എന്ന് പറഞ്ഞത്. അവൽ മുഹ്കിയൻ മുനാഫിഖീന, മുനാഫിഖീന തൊട്ട് ഹിക്കായത്ത് ചെയ്യപ്പെടുന്നതായ വചനമാണ് ലാ യുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. അത് അവര് പറഞ്ഞതാ. മദീനയിൽ നിന്ന് യോഗ്യന്മാരായ ആളുകൾ നിസ്സാരക്കാരായ ആളുകളെ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞു. ഇവിടെ അഅസ്, അദല്, ഇങ്ങനെ രണ്ട് പദപ്രയോഗം ഈ വാക്കിലുണ്ട്. ഇത് എടുത്തിട്ട് അതിന്റെ മൂജബ കൊണ്ട് ഇവിടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി എന്ന് പറഞ്ഞു. അള്ളാഹ്ക്കും അള്ളാഹുവിന്റെ റസൂലുമാണല്ലോ ഇസ്സത്ത്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്നാണ്? അപ്പൊ നിങ്ങൾക്ക് ഇല്ല. അതായത് ഈ പറഞ്ഞതിൽ അർത്ഥം എന്താ? സഹീഹു ദാലിക ല യുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ എന്ന് പറഞ്ഞ ശരി തന്നെയാണ്. യോഗ്യന്മാരായ ആളുകളാണ് നിസ്സാരമായ ആളുകളൊക്കെ പുറത്താക്കുക. അത് ഇന്നും അങ്ങനെ തന്നെ, ആ വാക്ക് ശരിയാണ്. പക്ഷെ ഇവിടെ എന്താ അപകടം? ലാക്കിൻ, എങ്കിലും, ഹുമുൽ അദല്ലു, നിസ്സാരക്കാരെന്ന് പറയുന്നത് അവരെന്നെ കപടന്മാരാണ്. വല്ലാഹ്, അള്ളയും റസൂലും അല്ല അസ്സു, യോഗ്യന്മാർ അവരാണ്. വഖദ് അഖ്റജാഹും, കപടന്മാരെ എത്തരത്തിൽ അള്ളി റസൂൽ പുറത്താക്കും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ വിഷയം. ഇവിടെ മൂജപ്പെടുത്തുകൊണ്ടിട്ട് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ളത്, വലില്ലാഹിൽ ഇസ്സത്തു എന്ന് കഴിഞ്ഞിട്ട് വലിറസൂലി അല്ലേ? എന്തിനെ ലാമിനെ മടക്കി? അങ്ങനെ ചോദിക്കാലോ. ചോദ്യകർത്താക്കളാരും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് പഠിക്കുക എന്ന ലക്ഷ്യമായതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരികയാണ്. ഒരു റസൂലി എന്നുള്ളിടത്ത് ലാമിനെ മടക്കി. അത് എന്താ അറിയോ? അള്ളാഹ്ക്കുണ്ട് ഇസ്സത്ത്, റസൂലിനുണ്ട് ഇസ്സത്ത്. അപ്പോ വലില്ലാഹിൽ ഇസ്സത്തു ഒ റസൂലി എന്ന് പറയുമ്പോ ലാമിനെ മടക്കാതെ പറഞ്ഞാൽ ഒരു മുഷാറക്കത്ത് അള്ളാഹുവിനുണ്ടാകും. ഒരു നിലയിലും മുഷാറക്കത്ത് വരാൻ പാടില്ല. അപ്പൊ റസൂലുള്ളാഹിയുടെ ഇസ്സത്ത്, അല്ലാഹു തആലയുടെ ഇസ്സത്ത് മുഷാറക്കത്ത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ ലാമിനെ മടക്കണ്ട്. മടക്കി. ഇതുപോലെ ലാമിനെ മടക്കിയ ചരിത്രത്തിൽ കാണാം. ഒരിൽ മുഅ്മിനീന എന്നും കാണാം. ഒരിൽ മുഅ്മിനീന എന്നുള്ളടത്തും ലാമിനെ മടക്കിയിട്ടുണ്ടല്ലോ എന്നാണ്. അതെന്താ? അള്ളാഹുവുമുണ്ട്, റസൂലുമുണ്ട്, മുഅ്മിനുമുണ്ട് ഇസ്സത്ത്. പക്ഷെ മൂന്ന് വ്യത്യസ്തത്തിലാണ്. റസൂലുള്ളാഹിക്കുള്ള ഇസ്സത്തിനോട് മുഅ്മിന്റെ ഇസ്സത്ത് കൂറാവാൻ പാടില്ല. ഇതുകൊണ്ടാണ് ലാമിനെ ഇവിടെ മടക്കി കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരിൽ മുഅ്മിനീന എന്നുള്ള ലാമിനെ മടക്കല്
ഇസ്സത്ത് അവർക്ക് സ്ഥിരപ്പെടുത്തുക എന്ന ശക്തിയുടെ മേലിൽ മാത്രമാണ്. ഒന്നും കൂടി മുനാഫിക്കുകളുടെ മേലില് നല്ലോണം റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടുന്ന പണിയാണ്. ഇങ്ങനെയാണ് പരിപാടികൾ. അള്ളാഹുടെ റസൂലുടെ കൂട്ടി പുറത്താക്കും ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ മുക്തത കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പറയുക, മുക്തത കൊണ്ട് ഇങ്ങനെ പറയുന്നത് ഖവാദിയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി. ഇല്ലത്താക്കാൻ ഒരു ഹുക്കുമിന് ഇല്ലത്താക്കാനെ പറ്റുകയില്ല എന്നാൽ ബഹുവ എങ്കിൽ ഈ മൂജബ കൊണ്ട് പറയുക എന്നുള്ളത് അതെന്താ? തസ്ലീമു ദലീലി, അത് ദലീലിനെ സമ്മതിക്കലാണ്. ദലീലിനെ സമ്മതിക്കുക എന്നുള്ളതാണ് മൂജബ്. എന്തോടൊപ്പം ബഖാഇ നിസായി, രണ്ടു കൂട്ടരും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി ഇവിടെ ഉണ്ട്. ഇസ്സത്ത് ദില്ലത്ത്, ഇത് രണ്ടു കൂട്ടർക്കും തർക്കമുള്ളൊരു കാര്യമാണ്. അതവിടെ ഉണ്ടായിരിക്കെ ഇവിടെ കൊണ്ടുവന്ന ദലീലോ സമ്മതിക്കുകയും ചെയ്തു. അതെങ്ങനെയും ചോദിച്ചാല് ബി അൻ യുദ്ഹിറ അദ്മ ഇസ്തിൽസാമി ദലീലി ലി മഹല്ലി നിസാഇന, ഇവിടെ തർക്കമുള്ള ഒരു വിഷയത്തിലേക്ക് ഇവിടെ കൊണ്ടുവന്ന ദലീലുണ്ടല്ലോ, ആ ദലീലിന് ഈ മഹല്ലു നിസാഇനില്ല, ഇസ്തിൽസാമില്ല, ലാസിമാക്കൽ ഇല്ല എന്ന് വെളിവാക്കൽ കൊണ്ടാണ് തസ്ലീമു ദലീൽ ഉണ്ടാവുന്നത്. ഞാൻ ഉദാഹരണം എന്ന് പറഞ്ഞു നോക്കാം. കമാ യുഖാലു, പറയപ്പെടും പോലെ, ഫിൽ ഖിസാസി ബി ഖാതിൽ മുസഖ്ഖലി, ഭാരമുള്ളത് കൊണ്ട് കൊന്നു, ഭാരമാക്കപ്പെട്ടതായ കൊല കൊണ്ടുണ്ടാവുമ്പോൾ അതിലുമുണ്ട് പ്രതികാരം. അത്തരം പ്രതികാരത്തിൽ ആരെ ഭാഗത്തുനിന്ന് പറയുന്നത്? മിൻ ജാനിബിൽ മുസ്തദില്ലി, ലക്ഷ്യം പിടിച്ച് സ്ഥാപിച്ചു വരുന്ന ആടെ ഭാഗത്തുനിന്ന്. അത് ആരെപ്പോലെ? ഷാഫി മദ്ഹബുകാരനെ പോലെ. അപ്പൊ ഒരു ഷാഫി മദ്ഹബുകാരൻ ലക്ഷ്യം സ്ഥാപിക്കുന്നു. എന്ത് വിഷയത്തിൽ? ഭാരം കൊണ്ട് കൊല്ലപ്പെട്ടു ഒരാളെ, അങ്ങനെ കൊന്നാൽ അതിന് പ്രതികാരം ചെയ്യണം. ആ ഒരു വിഷയത്തിൽ പറയുന്നു ഖത്ലും ബിമാ യഖ്തുലു ഗാലിബൻ ഫലാ യുനാഫിൽ ഖിസാസ കൽ ഇഹ്റാഖി എന്ന് പറഞ്ഞു. ഇത് ഷാഫിക്കാരൻ പറയുന്നു ലക്ഷ്യം തിരക്കിയിട്ട്. ഖത്ലുൻ, ഒരു കൊല. എന്തുകൊണ്ട്? ബിമാ യഖ്തുലു, അത് കൊല്ലും, ഗാലിബൻ, സാധാരണഗതിയിൽ കൊല്ലും. അങ്ങനെ കൊല്ലുന്നതായി ഒന്നുകൊണ്ട് കൊന്നു. അങ്ങനെ നടന്ന കൊല ഫലാ യുനാഫിൽ ഖിസാസ, അപ്പോൾ അതിന് പ്രതികാരം ചെയ്യുന്ന എതിരല്ല ഇത്. ആ പ്രതികാരമുണ്ട്. അതിന് ഖിയാസ് എന്താ ആക്കിയത്? എവിടുക്ക? ഇഹ്റാഖ് പോലെ. ഇഹ്റാഖ് എന്തുകൊണ്ട്? ബിന്നാരി, തീ കൊണ്ട് കരിക്കുക എന്നാണ്. തീ കൊണ്ട് കരിച്ചാലോ ലാ യുനാഫി, തീ കൊണ്ടുള്ള കരിച്ചില് എതിരല്ലല്ലോ. അൽ ഖിസാസ, പ്രതികാരം ചെയ്യുന്ന എതിരല്ലല്ലോ. ഇങ്ങനെ ഷാഫിക്കാരൻ തെളിവ് നിരത്തി പറഞ്ഞു. അപ്പൊ അതൊരു എതിർകക്ഷി അവിടെ വരും. ഫയുഖാലു മിൻ ജാനിബിൽ മുഅ്തരിളി, മുസ്തദില് കൊണ്ടുവന്ന ദലീലിനെ പൊളിക്കാൻ അതിന് നേരെ എതിർക്കുന്ന ആളാണ് മുഅ്തരിള്. അയാളെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പറയപ്പെടും. അത് ആരെപ്പോലെ പറയാം? ഹനഫിക്കാരൻ. അപ്പൊ ഷാഫിക്കാരനെതിരെ ഹനഫിക്കാരൻ എന്താ പറയുന്നത്? സല്ലംന അദ്മൽ മുനാഫാത്തി ബൈനൽ ഖത്ലി ബിൽ മുസഖ്ഖലി വബൈനൽ ഖിസാസി. ശരിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു മുസഖ്ഖൽ കൊണ്ട് കൊല നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലക്ക് പകരം ഖിസാസ് നടത്തുന്നു. ഇത് രണ്ടിന്റെയും ഇടയിൽ യാതൊരു എതിരുമില്ല. നീ പറഞ്ഞ ശരി, സമ്മതിച്ചു. വലാക്കിൻ, പക്ഷേ ലിമ കുൽത്ത, നീ എന്തിനെ പറഞ്ഞത്? എന്ത്? ഇന്നൽ ഖത്ല ബിൽ മുസഖ്ഖലി യഖ്തദീഹി എന്നെന്തിനാ നീ പറഞ്ഞിരുന്നു? മുസഖ്ഖൽ കൊണ്ടുള്ളതായ വധം ഖിസാസിനെ തോടുന്നു എന്നൊരു തെളിവ് നീ എന്തിനാ പറഞ്ഞ ആവശ്യം? ആ ദലീൽ എന്തിനു പറഞ്ഞു എന്ന് മുഅ്തരിള് ചോദിക്കുന്നു. വദാലിക മഹല്ലുൻ നിസാ, അതാണല്ലോ മുസഖ്ഖൽ കൊണ്ടുള്ളതായിരിക്കുന്ന കൊല. ആ മുസഖ്ഖൽ കൊണ്ടുള്ളതായിരിക്കുന്ന കൊലയെ കുറിച്ചുള്ള ആ ഒരു സംഭവമാണ് ഇവിടെ മഹല്ലുൻ നിസാ. ഖിസാസ് ഉണ്ടോ ഇല്ലേ തർക്കമുള്ളത്, അതാണ്. വലം യസ്തൽസിമുഹു ദലീലു, ആ തർക്കമായി നിൽക്കുന്ന ആ പ്രതികാരം, അതായത് മുസഖ്ഖൽ കൊണ്ടുള്ള ഖത്ൽ ഖിസാസ് എതിരില്ല. പക്ഷെ ആ ഖിസാസ് മഹല്ലുൻ നിസായ, ആ മഹല്ലുൻ നിസായിനെ
ഇന്നൽ ഖത്ല ബിൽ മുസക്കലി എന്ന് പറയുന്ന തെളിവ് കൊണ്ടുവന്ന ദലീല് ആ മഹല്ലുൻ നിസാ ആവുന്ന ഖിസാസിനെ ലാസിമാക്കണില്ല എന്നായി. അതൊരു ഉദാഹരണം. ഇനി മറ്റൊരു ഉദാഹരണം രണ്ടാമത്തെ പോയിന്റിൽ കമാ യുഖാലു ഫിൽ ഖിസാസി ബിൽ ഖത്ലി ബിൽ മുസക്കലി അയ്ദൻ. വീണ്ടും തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ മുസക്കല് കൊണ്ട് കൊന്നു, ആ കൊന്നത് കൊണ്ടുള്ള പ്രതികാരത്തിൽ പറയുന്നു അത്തഫാവുത്തു ഫിൽ വസീലത്തി, വസീലയിൽ ഏറ്റ വ്യത്യാസം. വസീല എന്തിനാൽ മിൻ ആലാത്തിൽ ഖത്ലി വൈരിഹി, കൊല്ലുക, കൊല്ലൽ അല്ലാത്ത മുറിക്കുക എന്ന് വെക്കുക, അതിനൊക്കെ ഉള്ള ആയുധങ്ങളാൽ എന്നതാണ് വസീല. ഈ വസീലയിൽ ഏറ്റ വ്യത്യാസം വന്നു. അങ്ങനെയുള്ള തഫാവുത്ത് ലായംനുൽ ഖിസാസ, അതും ഖിസാസിനെ തടയൂല എന്നതാണ് ഒരു മുസ്തദില് പറയുന്നത്. അതിന് ഖിയാസ് മഖൂസ് അലിയതാ കൽ മുതവസ്സിലി ഇലൈഹി, അതിലേക്ക് തവസ്സുലാക്കപ്പെട്ടതുപോലെ, അതിലേക്ക് തന്നെ ആ പ്രതികാരത്തിലേക്ക് കൊല്ലലേക്ക് തവസ്സുലാക്കപ്പെട്ടതുപോലെ തന്നെ, അതായത് മിൻ ഖത്ലിൻ വ ഖത്ലിൻ ഗൈരിഹിമ, അതാണ് മുതവസ്സിലി, ഒന്നിരിക്കൽ കൊല്ലുക അല്ലെങ്കിൽ മുറിക്കുക അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത മറ്റെന്തും ആവാം. ഇങ്ങനത്തെ മുതവസ്സിലി ഇലൈഹി ലാ യംനഉ തഫാവുത്തുഹു, ആ മുതവസ്സിലി ഇലൈഹിയുടെ തഫാവുത്ത് തടയുന്നില്ലല്ലോ അൽ ഖിസാസ, ഖിസാസിനെ. എന്നതുപോലെ എന്തായി, ആലത്തുകൾ ഏറ്റ വ്യത്യാസമായി, വിവിധ ആലത്തുകളെ വടി, കത്തി, എന്തൊക്കെയാവട്ടെ അങ്ങനത്തതായി, അതൊന്നും എന്താവൂല, ഖിസാസ് ചെയ്യുക എന്നതിനെ തടയൂല. അപ്പോ മുഅ്തരിദിന്റെ ഭാഗത്തുനിന്ന് പറയാം, മുഅ്തരിദിന്റെ ഭാഗത്തുനിന്ന് പറയാം. ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞാല് മുസക്കല് കൊണ്ടുള്ള ഖത്ലിൽ ഖിസാസ് സ്ഥിരപ്പെട്ടു. ഏതുപോലെ, മുഹദ്ദദ് കൊണ്ടുള്ളതായ ഖത്ല് പോലെ. കാരണം ഇദാ കാനതി തവാബുത്തു ബിൽ വസായിലി, വസീലകൾ ഏറ്റ വ്യത്യാസമായി വരികയാണ് എങ്കിൽ, വൈറമാനി, അതെന്താ തടയാത്തതായി വരികയാണ് എങ്കിൽ, മുസക്കല് ആയല്ലോ, മഹദൂദ് പോലെയായി, സ്ഥിരപ്പെട്ടു. അപ്പൊ ഇവിടെ ഫർ ആരാണ്? അതിൽ ഖത്ലു ബിൽ മുസക്കലാണ്. അസ്ലോ അൽ ഖത്ലു ബിൽ മുഹദ്ദദാണ്. ഹുക്കുമ സുബൂത്തുൽ ഖിസാസുമാണ്. ഇല്ലത്ത് അത്തഫാവുത്തു ബിൽ വസീല എന്നുമാണ്. ഇങ്ങനെ വരും. ഇനി ദലീലോ, അത് വസീലയുടെ ഖിയാസിനെ മുതവസ്സിലിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുക. അപ്പൊ ഇവിടെ മുസക്കല് കൊണ്ട് കൊല്ലുക, അത് ആക്കി, അതിനെ ഖിയാസാക്കിയത് മൂർച്ച ഉള്ളത് കൊണ്ട് കൊല്ലുക എന്ന അസിലിന്റെ മേൽ, അതാണ് അസില്. ഖിസാസ് സ്ഥിരപ്പെടുത്തുക അവിടെ ഉണ്ട് താനും. അതിന് ഇല്ലത്ത് പറയും തഫാവുത്ത്. തഫാവുത്ത് എന്താണെന്നറിയുമ്പോ തടവില്ല, അതോടെ പറഞ്ഞു. അപ്പൊ യുഖാലുമിൻ ജാനിൽ മുഅ്തരിദയും, അപ്പൊ അതിനെ എതിർക്കുന്ന ആളാണ് മുഅ്തരിദല്ലേ, അയാൾ പറയുന്നു, എന്ത് പറഞ്ഞു? മുസല്ലമുൻ, സമ്മതിക്കപ്പെട്ടതാണോ, അന്നത്തഫാവുത്ത ബിൽ വസീലത്തി, വസീലയിലുള്ള ഏറ്റ വ്യത്യാസങ്ങള്, കൊല്ലാൻ വേണ്ടി വന്ന ആയുധങ്ങളുണ്ടല്ലോ, അത്തരം ആയുധങ്ങളാണ് വസീലകൾ, അവ തമ്മിൽ ഏറ്റ വ്യത്യാസമുണ്ടെങ്കിൽ ലാ യംനഉൽ ഖിസാസ, അത് ഖിസാസിനെ തടയൂല. ഖിസാസിനെ തടയൂല, തഫാവുത്ത് എന്ന് സമ്മതിക്കപ്പെട്ടു. അപ്പൊ പോലെ മിൻഹു, അപ്പൊ ആ ഖിസാസിനെ തടയുന്നത് ഇവിടെ ഇല്ല എന്നായി. ഇങ്ങനെയാണ് മുഅ്തരിദ് പറയുക. പക്ഷേ ഇവിടെ വേറെ കുഴപ്പമുണ്ട്. വലാകിനെങ്കിലും ലാ യൽസമു മിൻ ഇബ്താലി മാനിഇൻ, ഇവിടെ മാനിഇനെ ബാത്തിലാക്കിയാലോ അല്ലേ, മാനി ഇല്ല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആ മാനിഇനെ ബാത്തിലാക്കിയതിനാൽ ഇന്തിഫാഉൽ മവാനി, ഇവിടെ മാനി തടസ്സങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അത് ലാസിമാവൂല. അപ്പൊ വജൂദു ശറായിത്തി, ശറത്തുകൾ ഉണ്ടാവുക എന്നുള്ളതും ലാസിമാവൂല. വൽ മുഖത്തലിയും ഉണ്ടാവുക, ആ മുഖത്തലി ശറായിത്തുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ മവാനികൾ ഇല്ലാതെയാവുക എന്നുള്ളതൊന്നും ഇവിടെ ലാസിമാവൂല. പക്ഷെ പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല എന്നർത്ഥം.
പിന്നെ സുബൂത്തുൽ ഖിസാസ്, ഖിസാസ് സ്ഥിരപ്പെടുക എന്നുള്ള ഹുക്കുമുണ്ടല്ലോ, അത് മുതവഖഫുൻ അലാ ജമീഇ ദാലിക, ഈ പറഞ്ഞതിന് മേലൊക്കെ തവഖുഫാണല്ലോ. മവാനി ഇല്ലെങ്കിൽ ഉണ്ട്, ഷർത്തുണ്ടെങ്കിൽ അതുണ്ട്, മുഖ്തദ ഉണ്ടെങ്കിൽ അതുണ്ട്, അവർ തന്നെയല്ലേ. ഇനി വൽ മുഖ്താറു, എന്നാൽ ബലപ്പെട്ട അഭിപ്രായം എന്താ ഇവിടെ? തസ്ദീഖുൽ മുഅ്തരിദി, മുഅ്തരിദിനെ വാസ്തവമാക്കാം. എന്ത് വിഷയത്തിൽ? ഫീ ഖൗലിഹി, മുഅ്തരിദിന്റെ വാക്കിൽ. ആരോട്? ലിൽ മുസ്തദില്ലി, മുസ്തദില്ലിനോട് മുഅ്തരിദ് പറയുന്നു, ലൈസ ഹാദാ മഖ്ഖദി, ഇത് എന്റെ മഖ്ഖദല്ല എന്ന വാക്ക് പറഞ്ഞാൽ അത് സ്വീകരിക്കും, സത്യമാക്കാം. ലൈസ ഹാദാ എന്ന് പറഞ്ഞാൽ അല്ലദീ, ഒന്ന്, നഫൈതഹു, ആ ഒന്നിനെ നീ നഫി ചെയ്തല്ലോ. എന്തുകൊണ്ട്? ബിസ്തിദ്ലാലിക, നീ ലക്ഷ്യം പിടിച്ചുകൊണ്ട് ആ ഒന്നിനെ നഫി ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആ നഫി ചെയ്ത സാധനം, ഇപ്പൊ ഇവിടെ എന്താ നഫി ചെയ്തത്? മാനിനെ ബാത്തിലാക്കിയതിനാൽ മവാനി ഇല്ല എന്നുള്ള ലാസിമാവൂല, അതല്ല നഫി. അങ്ങനെ അതല്ല നഫി. മുസ്തദിലോട് പറഞ്ഞപ്പോ എന്താണ് നീ കൊണ്ടുവന്നത്? ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത്? വസീലത്തുള്ള തഫാവുത്ത് എന്താവൂല, ഖിസാസിനെ മൻഇ ചെയ്യൂല, അതാ നബി. ഇങ്ങനെ നബി ചെയ്ത ആ ഒന്ന്, തഅരീലംബി, എന്നെ കൊണ്ട് സൂചിപ്പിക്കാൻ വേണ്ടി, തഅരീലംബി, എന്നെ കൊണ്ട് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, വെളിവാക്കുവാൻ വേണ്ടിയിട്ടാണ് നീ അങ്ങനെ പറഞ്ഞത്. അത് മിൻ മുനാഫാത്തിൽ ഖത്ലി, അതെന്തിനാലാണ്? ബിൽ മുസക്കലി, മുസക്കല് കൊണ്ടുള്ള കൊല, ബിൽ ഖിസാസി, ഖിസാസിനോട് എതിരാവുക. ഖിസാസിനോട് മുസക്കല് കൊണ്ടുള്ളതായ ഖത്ല്, അത്തരം ഖത്ലുകളുള്ള മുനാഫാത്തിൽ എന്നെ കൊണ്ട് തൈലാക്കാൻ വേണ്ടിയിട്ടാണ് നഫി ചെയ്തത്. അപ്പൊ നഫി ചെയ്തത് എന്നെ വേണ്ട, എന്താണ് നഫി ചെയ്തത്? അതിനാണ്, തൈലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതാണ് ഇപ്പോ ബയാൻ ചെയ്തത്. എന്ത്? നീ നഫി ചെയ്തപ്പോൾ എന്താണ്? മുസക്കല് കൊണ്ടുള്ളതായിരിക്കുന്ന ഖത്ല് ഖിസാസിനോട് എതിരാവുക എന്നുള്ളതാണ് നഫി ചെയ്തത്. അപ്പൊ ആ എതിരാവ് ഇല്ല എന്ന് പറഞ്ഞ ഈ നഫി ഉണ്ടല്ലോ, മഖ്ഖദി, അതുകൊണ്ട് ഖിസാസിനെ നഫി ചെയ്യുന്നത് ഞാൻ പിടിക്കുന്ന ലക്ഷ്യമല്ല ഇത് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാം, വാസ്തവമാക്കാം. എന്താ കാരണം? അന്ന അദാലത്തുഹു, ഈ മുഅ്തരിദിന്റെ നീതി, തംനഉഹു, അവനെ തടയുന്നുണ്ട്, മിനൽ കദീബി ദാലിക, ഈ ഖിസാസിനോട് എതിരല്ല എന്ന് പറയുന്ന വിഷയത്തിൽ പിന്നെ കളവ് പറയലെ തൊട്ട് തടയും. അപ്പൊ വക്കീൽ അവിടെ പറയപ്പെട്ടു, ലാ യുസദ്ദഖു, മുഅ്തരിദിനെ തസ്ദീഖാക്കാൻ പറ്റൂല, ഇല്ലാ ബി ബയാനി മഅഖദ് ആഖർ, ഈ മാഖദല്ല, മറ്റൊരു മാഖദ് വേണം ഇയാൾക്ക് ലക്ഷ്യത്തിന്. അങ്ങനത്തെ ഒരു മാഖദ് എന്തോ അയാൾ വ്യാഖ്യാനിക്കണം. അത് വിശദീകരിച്ച് മാത്രമേ വാസ്തവമാക്കാൻ പറ്റുകയില്ല. കാരണം ലിഅന്നോ, ഈ മുഅ്തരിദ് ഖദ് യുആനിദു ബിമാ ഖാലുഹു, അവൻ ആദ്യം പറഞ്ഞൊന്നുണ്ടല്ലോ, അതുകൊണ്ട് നേരെ മത്സരിക്കാൻ ഇവനെ കൊണ്ട് കഴിയും. അത് തള്ളിയിട്ട് വാർന്ന് പറയുന്നു, അതുകൊണ്ട് പറ്റൂല എന്ന് തീര. ഓ റുബ്ബമാ സക്കത്തൽ മുസ്തദില്ലു, ചിലപ്പോൾ മുസ്തദില്ല്, ലക്ഷ്യം പിടിക്കുന്ന ആൾ മിണ്ടാതെ മൗനിയായിരിക്കും. എന്തിനെ തൊട്ട്? അൻ മുഖദ്ദിമത്തിൻ വൈരി മഷ്ഹൂറത്തിൻ, മഷ്ഹൂറല്ലാത്ത ദലീലിന് കൊണ്ടുവന്ന മുഖദ്ദിമകൾ ഉണ്ടാകും. ആ ദലീലിന്റെ മുഖദ്ദിമയെ തൊട്ട് മിണ്ടാതെ നിൽക്കും മുസ്തദില്ല്. എന്തിനാ മിണ്ടാതെ? പേടിച്ചിട്ടേ, മഹാബത്തൽ മൻഇ ലഹ, ആ മുഖദ്ദിമ ലൗ സർറഹ ബിഹ, ആ മുഖദ്ദിമ എങ്ങാനും മുസ്തദില്ല് വെളിവാക്കിയാൽ അതാ വരുന്നു മുഅ്തരിദ്, എന്നിട്ട് അത് മൻഇയും. ആ ഒരു മൻഇനെ പേടിച്ചിട്ട് മിണ്ടാതിരുന്നു. മഷൂർ അല്ലാത്ത മുഖദ്ദിമയാണ്. ആ മഷൂറായ എന്തൊക്കെയെന്നില്ല പിന്നീട് വരുന്നുണ്ട്. അങ്ങനെ മിണ്ടാതിരുന്നാൽ എന്ത് ചെയ്യും? ഫയരിദു ബിസുകൂതിഹി അൻഹ, ഇങ്ങനെ മുഖദ്ദിമയെ തൊട്ട് മുസ്തദില്ല് മൗനിയാവൽ കൊണ്ട് വരും. എന്തുവരും? അൽ ഖൗലു ബിൽ മൂജബി, മൂജബ് കൊണ്ടുള്ള പറച്ചിലൂടെ വരും. മൂജബ് പറഞ്ഞാൽ മുഖ്തദ, ഈ മൂജബ് കൊണ്ടുള്ളതായ ഖൗല് അവിടെ വരും. ഇങ്ങനെ വന്നാൽ
ഏതുപോലെ ഉദാഹരണമായി പറയാം. കമാ യുഖാലു ഫിസ്തിറാത്തിൻ നിയ്യത്തി ഫിൽ വുദൂഇ വൽ ഗുസ്ലി. കുളി, വുദൂ ഇവയിൽ നിയ്യത്തിനെ ഷർത്താക്കുന്നതിൽ പറഞ്ഞു മാ ഹുവ ഖുർബത്തുൻ, ഇബാദത്ത് വരുന്നതൊക്കെ യുസ്തറത്തു ബിഹി, അങ്ങനെ ഇബാദത്തായി വരുന്നത് ഏതുണ്ടോ അതിൽ ഷർത്താണ്. അന്നിയ്യത്തു, നിയ്യത്ത് ഷർത്താണ് എന്ന് പറഞ്ഞു. വുദൂഇനും കുളിക്കും നിയ്യത്ത് ഷർത്താണെന്ന് പറയുന്ന വിഷയത്തിലാ ഇബാദത്തായിട്ട് വരുന്ന ഏതൊക്കെയുണ്ടോ അതിലൊക്കെ നിയ്യത്ത് ഷർത്താണെന്ന് പറഞ്ഞു ഒരാൾ. അങ്ങനെ പറയുമ്പോൾ അതിന് ഉദാഹരണം ഖിയാസാക്കിയതൊക്കെ സ്വലാത്ത്, നിസ്കാരം പോലെയാണ്. നിസ്കരിക്കുമ്പോൾ എന്ത് വേണം? നിയ്യത്ത് വേണ്ടേ എന്നതുപോലെ ഇബാദത്തായി വരുന്ന ഏതെല്ലാം ഉണ്ട് അതൊക്കെ നിയ്യത്ത് ഷർത്താണെന്ന് പറഞ്ഞു. എന്നിട്ട് വയസ്കുത്തു, ഇത് പറഞ്ഞിട്ട് മൂപ്പര് മിണ്ടാതിരുന്നു. അനിസുറ, സൂറയായ കവിയെ തൊട്ട്, ഏതാ സൂറയും കുബറിയുമാണല്ലോ, സൂറയായ കവിയെ തൊട്ട് മിണ്ടാതിരുന്നു. ഏതാ സൂറയായ കവിയ? അൽ വുദൂഉ വൽ ഗുസ്ലു ഖുർബത്തുൻ. ഇതാൾ പറയണില്ല. മാ ഹുവ ഖുർബത്തുന്നേ പറഞ്ഞോളൂ. നിയ്യത്ത് ഉളുവിലും കുളിയിലും ഷർത്താണെന്ന് പറയണം. അത് പറയാതെ ഇബാദത്തായി വരുന്നതിലൊക്കെ നിയ്യത്ത് ഷർത്താണ്, നിസ്കാരം പോലെ എന്നാ പറഞ്ഞത്. സൂറയായ കവി ഏതാണ്? വുദൂഉ ഗുസ്ലു ഖുർബത്ത് എന്ന് പറഞ്ഞില്ല. ഇത് പറയാതിരിക്കുമ്പോൾ വയഖുൽ മുഅ്തരിദു, അപ്പൊ മുഖദ്ദിമ മിണ്ടിയില്ല. അപ്പൊ മുഅ്തരിദ് പറയും മുസല്ലമുൻ, താങ്കൾ പറഞ്ഞ് സമ്മതിച്ചു. എന്ത്? അന്നമാ ഹുവ ഖുർബത്തുൻ യുസ്തറത്തു ബിഹി നിയ്യത്തു, ഇബാദത്ത് ഏതൊക്കെയുണ്ടോ അതിലൊക്കെ നിയ്യത്ത് ഷർത്താണ് എന്ന് പറഞ്ഞ കാര്യം സമ്മതിച്ചു. പക്ഷേ വലാ യൽസമു ഇസ്തിറാത്തുഹ ഫിൽ വുദൂഇ വൽ ഗുസ്ലി, ഈ നിയ്യത്തിനെ വുദൂ, കുളി ഇവയിൽ ഷർത്താക്കൽ എന്താകൂല? ലാസിമാകൂല. അപ്പൊ ആ നിയ്യത്ത് ഇവയിലേക്ക് ഷർത്താക്കുമ്പോ ലാസിമാകണില്ല. ഇബാദത്തിലൊക്കെ നിയ്യത്ത് ഷർത്താൻ സമ്മതിച്ചാൽ തന്നെയും അത് ഇവിടേക്ക് ബാധകമാകൂല എന്ന് പറഞ്ഞു. ഫൈൻ സ്വറഹൽ മുസ്തദില്ലു, അപ്പോ വെളിവാക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ, അഞ്ഞ് വ്യക്തമായി പറഞ്ഞാലോ മുസ്തദില്ല്, വുദൂഉം കുളിയുമാകുന്നത് ഖുർബത്തുൻ, അതെന്താണ്? ഇബാദത്താണ് എന്നാൽ വ്യക്തമായി പറഞ്ഞു നോക്കുക. എന്നാൽ വറദ അലൈഹി, അതെങ്ങാനാണ് പറഞ്ഞാൽ അയാളുടെ മേൽ, മുസ്തദിന്റെ മേൽ കേടായിട്ട് വരും. മൻഉദാലിക, അത് പറ്റില്ല എന്നൊരു സംഗതി അവിടെ വരും. അതുകൊണ്ട് മിണ്ടാതെ നിന്നു. മിണ്ടാന്നാൽ ഇങ്ങനെ വരും. വഖറജ, പുറത്തുപോയി. അനിൽ ഖൗലി ബിൽ മൂജബ്, മൂജബ് എന്നൊരു വാക്ക് പറഞ്ഞപ്പോ എന്തുപോയി? പുറത്തുപോയി. വഖറജ, ഇത് പുറത്തുപോയി. ഈ ഖറജന്റെ ഫായില് റച്ചോലെ ആരാ നോക്കിയിട്ട്, ഇത് പുറത്തുപോയി ഈറാദ്, അതായത് മൂജബ് കൊണ്ടുള്ള കൗലിനെ തൊട്ട് പറയപ്പെട്ട ഈറാദ് ഇവിടെ വരുന്നതാണ്. ഈ ഈറാദ് അപ്പൊ എരിതു അൽ കൗലി ബിൽ മൂജബ്, അതാണ് പറയപ്പെട്ടത്. അപ്പൊ എരിതിൽ ഈറാദ് ഉണ്ട്, മസ്തർ. ആ മസ്തറാണ് ഈറാദ് പോയി. എന്തിനെ തൊട്ട് പോയി? അൽ കൗലി ബിൽ മൂജബി, മൂജബ് കൊണ്ടുള്ള കൗൽ എന്നാണ് പറഞ്ഞല്ലോ. അത്തരം കൗലിനെ തൊട്ട് ഈറാദ് പുറത്തുപോയി. വഹിത്തറസ, മുസന്നിഫ് സൂക്ഷിച്ചു. ബി കൗലി ഗൈരി മഷ്ഹൂറത്തിൻ എന്ന് പറഞ്ഞല്ലോ. അൻ മുഖദ്ദിമത്തിൻ ഗൈരി മഷ്ഹൂറ, അവിടെ ഗൈരി മഷ്ഹൂർ കൊടുത്തു. അത് പറയൽ കൊണ്ട് സൂക്ഷിച്ചത് എന്തിനു തൊട്ട? അനിൽ മഷ്ഹൂറത്തി, മഷ്ഹൂറായതിനെ തൊട്ട. അപ്പൊ ഇവരെന്താ വരിക? മഷ്ഹൂറായൊരു മുഖദ്ദിമയെ തൊട്ടുള്ള മിണ്ടാതിരുന്നെങ്കിൽ വിഷയമല്ല, അത് പറയപ്പെട്ടത് പോലെയായി. അങ്ങനെ വരുമ്പോ പിന്നെ വലായത്തബിഹ, മഷ്ഹൂറായ ആ മുഖദ്ദിമയിൽ മൂജബ് കൊണ്ട് പറയാനില്ല, വരുന്നില്ല എന്നായി തീർന്നു. അങ്ങനെ ആ വിഷയം അവിടെ തീർന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഖവാദിയിൽപ്പെട്ട മറ്റൊരു ഇനമാണ്. ഇപ്പൊ ഖവാദിയിൽപ്പെട്ടതായിരിക്കുന്ന ഇനമായി ചർച്ച ചെയ്തു വന്നതാണ് മൂജബ് കൊണ്ടുള്ള ഖൗല്. അതിനെ തുടർന്ന് പറഞ്ഞതാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി മറ്റൊരു ഖവാദി പെട്ടതാണ് ഖദ്ഹു ബിൽ മുനാസബത്തി, മുനാസബയിൽ മോശമുണ്ടാവുക എന്നത്. മുനാസബ, ആ മുനാസബയിൽ ഒരു മോശമുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് മുനാസബ? അൽ മുനാസബ, അലിഫിലാമുണ്ട്. അപ്പൊ അലിഫിലാമുള്ളത് മാരിഫാൻ അലിഫിലാമെന്ന് വെക്കാം. അതാണല്ലോ തഫ്സീർ കൊണ്ട് മനസ്സിലാവുന്നത്. ഐ മുനാസബത്തിൽ വസ്ഫിൽ മുഅല്ലലി ബിഹി, വസ്ഫ് കൊണ്ട് ഇല്ലത്താക്കപ്പെട്ടതായ, ആ വസ്ഫ് കൊണ്ട് ഇല്ലത്താക്കപ്പെട്ടു, അങ്ങനത്തതായ ഒരു വസ്ഫിന്റെ ബന്ധം, ആ ബന്ധത്തിൽ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചു.
വബി സലാഹിയത്തി ഇഫ്ളാഇൽ ഹുക്മി ഇലൽ മഖ്സൂദി മിൻ ശർഇഹി. ഹുക്മ് ശർഅ് കൊണ്ടുവരുന്നു. അങ്ങനെ ഹുക്മിനെ ശർഅ് കൊണ്ടുവരുമ്പോൾ ആ ശർഇൽ നിന്നൊരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തിലേക്ക് ഈ ഹുക്മിനെ അങ്ങ് ചേർക്കാന്നുള്ളത് ചേർക്കാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന കാര്യത്തിലും എന്തോ ഒരു കഥയുണ്ട്. വഫിൽ ഇൻളിബാത്തി ലിൽ വസ്ഫിൽ മുഅല്ലൽ ബിഹി. ഇല്ലത്ത് പറയപ്പെട്ടതായ വസ്ഫിനെ ക്ലിപ്തമാക്കുന്നതിലും എന്തോ ഒരു കഥയുണ്ട്. വല്ലുഹൂരി ലഹു, അത് വെളിവാകുന്ന കാര്യത്തിലും എന്തോ ഒരു കഥയുണ്ട്. അതെങ്ങനെ ചോദിച്ചാൽ ബി അൻ യംഫ കുല്ലം മിനൽ അർബഅ, ഈ 4 നിന്ന് എല്ലാം ഇല്ലാതെയാക്കുക. അപ്പൊ എന്താ പറയാ, മുനാസബയില്ല, ഇഫ്ളാല് പറ്റില്ല, ഇൻളിബാത്തില്ല, ളുഹൂറില്ല എന്ന് പറയാം. ഇങ്ങനെ പറയുക. മഖ്സൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, ഹിക്മത്ത് എന്ന് വെക്കാം. ഇൻളിബാത്തിന്റെ ഉദാഹരണം മശക്കത്ത്, യാത്രയുള്ള മശക്കത്ത്. അത് എത്രയെന്ന് കണക്കാക്കാൻ കൊണ്ട് കഴിയില്ലല്ലോ. അതുപോലെ തന്നെ ളുഹൂർ എന്ന് പറഞ്ഞാല് ഇടപാടുകൾ അങ്ങും ഇങ്ങും പൊരുത്തപ്പെടണമെങ്കിൽ എന്ത് വേണം, അല്ല അക്കിത് അത് ശരിക്കും നടന്നു പോകണമെങ്കിൽ പരസ്പരം പൊരുത്തം വേണം. പൊരുത്തം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇല്ലത്താക്കിയത്. കച്ചവടം നടപ്പാവാൻ ഇല്ലത്താക്കിയെങ്കിൽ ആ പൊരുത്തം എന്ന് പറയുന്നത് ആർക്കും വെളിവാവാൻ കഴിയാത്ത നിഗൂഢമായ കാര്യമല്ലേ. അപ്പൊ ളുഹൂറില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞും കൊണ്ടാണ് ഇവിടെ ഖദ്ഹുണ്ടാക്കി തീർക്കുക. ഇങ്ങനെ വന്നാലും ഇല്ലത്തിന് പറ്റില്ല. ജവാബുഹ, എങ്കിൽ അതിന്റെ മറുപടി എങ്ങനെ വരാം? ഈ ജവാബു ഹ എന്ന് പറയുമ്പോ ഇവിടെ ഒരു ദമീറുമുണ്ട്, ഹാ എന്നുള്ള ദമീർ. അപ്പൊ അതിനൊക്കെ പാടൊരർത്ഥം ജവാബുൽ ഖദ്ഹി ഫീഹ എന്നായി. അപ്പൊ ജവാബുൽ ഖദ്ഹി, ഖദ്ഹിനുള്ള മറുപടി, എന്തിലുള്ള മറുപടി? ഫീഹ, ഈ 4 എന്നായി. അപ്പൊ ഈ 4 ഖദ്ഹുണ്ട് എന്നതിന്റെ ജവാബ് എന്നതാണ് ജവാബുഹ എന്ന് പറയുന്ന ചുരുക്കി പറഞ്ഞ വചനത്തിന്റെ അർത്ഥം. എന്തുകൊണ്ട് മറുപടി പറയാം? ബിൽ ബയാനി ലഹ, ആ 4 അങ്ങ് വിശദീകരിക്കുക. അങ്ങനെ വിശദീകരിച്ചുകൊണ്ടാണ് ഖദ്ഹിന് മറുപടി കൊടുക്കുക. മിസാലു സലാഹിയത്തിൽ മുഹ്താജത്തിൽ ബയാനി, അപ്പോ ബയാൻ ചെയ്യലാണ് ജവാബെങ്കിൽ ആ ബയാനിലേക്ക് ആവശ്യമായി വരുന്നൊരു സ്വലാഹിയത്തിന്റെ നന്മ, അതിന്റെ ഉദാഹരണം എങ്ങനെയാ? അയ്യുഖാല, പറയപ്പെടലാണ്. എന്തു പറയണം? തഹ്രീമുൽ മഹ്റമി ബിൽ മുസാഹറത്തി, വിവാഹബന്ധം കൊണ്ട് തൊട്ടാൽ ഒന്നും മുറിയാത്ത വിവാഹം ചെയ്യൽ ഹറാമായ ഒരു മഹറം, ആ മഹറമിനെ ഹറാമാക്കല് മുഅബ്ബദൻ, കാലാകാലമാണ്, മരിക്കുന്ന ഘട്ടം വരെ. അങ്ങനത്തെ ആ തഹ്രീമ് സാലിഹുൻ, പറ്റുന്നതാണ്. എന്തിനു പറ്റുന്നതാണ്? ലിയയുഫുല്ല ഇലാ അദിമിൽ ഫുജൂരി ബിഹ, ആ മഹറം കൊണ്ട് വേണ്ടാത്ത ഒരു കാര്യം ഇല്ലാതിരിക്കുക എന്നതിലേക്ക് ഈ ഹുക്മിനെ ചേർക്കാൻ പറ്റുന്നതാണ്. എങ്ങനത്തെ അദ്മുൽ ഫുജൂർ? അൽ മഖ്സൂദി മിൻ ശറഇ തഹ്രീമി, ശറഅ് ഹറാമാക്കിയല്ലോ ഒരു മഹറമിനെ മുസാഹറത്ത് കൊണ്ട്. അങ്ങനെ ഹറാമാക്കലിനെ ശറയിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു ഹിക്മത്ത് എന്താണ്? അത്തരം മഹറവുമായി ഒരു തോന്നിവാസം പോലും ഉണ്ടാവാൻ പാടില്ല. തെറ്റായത് തന്നെ വ്യഭിചാരം പോലത്തൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതിലേക്ക് കൂട്ടാൻ പറ്റും. ഇങ്ങനെയാണ് പറയപ്പെടുക. അങ്ങനെ ബയാനിലേക്ക് ആവശ്യമായ ഒരു സഹായത്തിന്റെ ഉദാഹരണം അതാണ്. ഇത് പറയുമ്പോൾ വല്ലാതെ എത്രയോ കെട്ടിയും മറിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവന്ന പദവിന്റെ എതിർപ്പ്. എന്താ എതിർപ്പ്? പഴുത്തറലു, അങ്ങനെ പറയുന്നിട്ട് പഴുത്തറല, ഇതിനെ എതിർക്കപ്പെടുക. എന്തുകൊണ്ട്? ബി അന്നു, നിശ്ചയമായിട്ടും അത് ലൈസ സ്വാലിഹൻ ദാലിക, ആ പറഞ്ഞ ഇഫ്ളാലിന് പറ്റുന്നതല്ലല്ലോ. ആ പറയപ്പെട്ട ഇഫ്ളാലിലേക്ക് ഇത് പറ്റൂലല്ലോ. പിന്നെ എവിടേക്കത് ഇഫ്ളാ ഉള്ളൂ? ബല്ലിൽ ഇഫ്ളാ ഇലൽ ഫുജൂരി, തമ്മാടിത്തത്തിലേക്ക് കൂട്ടുക എന്നല്ലാതെ ഒരു നന്മയിലേക്ക് എന്താ ബദിലുള്ളത്? ഫുജൂർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നതാണ് ഇപ്പോ നിരൂപകൻ പറയുന്നത്. കാരണം മൂപ്പര് ന്യായം എന്താ? ഇന്നൻ നഫ്സ, ശരീരം മാഇലത്തുൻ, ചായുന്നതാണല്ലോ. ഇലൽ മംനൂ, ഈ എന്താണോ തടഞ്ഞതെങ്കിൽ അതിലേക്ക് തന്നെ ചായും. നോക്കണ്ടെന്ന് പറഞ്ഞ ഹറാമിലേക്കേ നോക്കൂ, അല്ലെ? കള്ള് കുടിക്കണ്ടെന്ന് പറഞ്ഞ അവിടേക്ക്. ഇങ്ങനെ ഉദാഹരണം പറഞ്ഞതാ. ഇങ്ങനെ മംനൂ ആയ കാര്യത്തിലേക്ക്
ശരീരപ്രകൃതി ചാഞ്ഞുകൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഷറഅ് മുസാഹറത്തുകൊണ്ട് ഹറാമാക്കിയ ഒരു മഹറമിന്റെ തഹരീമ് അദമുൽ ഫുജൂറിലേക്കല്ല, പിന്നെ എവിടേക്കാണ്? ഫുജൂറിലേക്കാണെന്ന് പറഞ്ഞത്. അതിന് മറുപടി പള്ളർച്ചന കൊടുക്കന്നെ. ഫയുജാബ, അങ്ങനെ എതിർക്കുമ്പോൾ മറുപടി കൊടുക്കുക. എന്തുകൊണ്ട്? ബി അന്ന തഹരീമഹ അൽ മുഅബ്ബദ, ഇങ്ങനെ കാലാകാലം ഒരു മഹറമിനെ മുസാഹറത്ത് കാരണം കൊണ്ട് ഹറാമാക്കുക എന്നുള്ളത് യസുദ്ദു, അതടക്കുന്നുണ്ടല്ലോ, ബാബത്വമഇ ഫീഹ, മഹറമിന്റെ കാര്യത്തിൽ കൊതിക്കുക എന്ന് വരുന്നൊരു ബാതിൽ അടച്ചല്ലോ. ബിഹൈസു തസീറു, എത്രത്തോളം ആ മഹറം ആയി. വൈറ മുസ്തഹാത്തിങ്കൽ ഉമ്മി, സ്വന്തം ജന്മം നൽകിയ മാതാവിനെ പോലെ ഭാര്യയുടെ മാതാവ് കണ്ടാൽ ആശിക്കപ്പെടാത്ത ഒരു പരിധി വരെ എത്തുന്ന വിധത്തിൽ ആയി സാധാരണഗതിയിൽ. അപ്പൊ അസാധാരണയായി സ്വന്തം ഉമ്മാനെയോ സ്വന്തം പെങ്ങളെയോ അമ്മായിമാരെയോ അമ്മായിമ്മമാരെയോ ഒക്കെ വേൾക്കുന്നവരും വികാരം തീർക്കുന്നവരുണ്ടാവും. അവര് മനുഷ്യരുമല്ല, കാട്ടുമൃഗത്തിനേക്കാൾ നാണിപ്പിക്കുന്ന ഒരു തരം വികാര ജീവി എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ശരഅ് കാണുന്നില്ല. ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെയാണ്, അതാണ് പറഞ്ഞത്. അപ്പോ ഈ പറഞ്ഞ മുഅ്തസിലിനെ മൂലക്കെ കൊണ്ടേയിരുത്താം. വമിൻഹ, അതുപോലെ തന്നെ ഖവാദിയിൽപ്പെട്ടതാണല്ലോ അൽ ഫർഖു ബൈനൽ അസ്ലി വൽ ഫർഇ, അങ്ങനെ പരിപാടിയുണ്ട്. ഫർഇ, അസ്ലി ഇവകൾക്ക് ഇടയിലുള്ള വ്യത്യാസം, അതും എന്താണ്? ഖവാദിയിൽപ്പെടുന്നതാണ്. അൽ ഫർഖു വഹുവ, എന്താ ഈ ഫർഖ്? അത് റാജിഉൻ ഇലൽ മുആറദത്തി ഫിൽ അസ്ലി, അസ്ലിലുള്ള ഒരു എതിർപ്പിലേക്ക് മടങ്ങുന്നതാണല്ലോ ഫർഖ്. അല്ലെങ്കിൽ അവിൽ ഫർഇലേക്ക്, രണ്ടിലൊന്നിലേക്കുള്ള മുആറദ. ഒന്നിരിക്കൽ മുആറദത്തുൽ ഫർഇ അല്ലെങ്കിൽ മുആറദത്തുൽ അസ്ൽ, അതിലേക്കുള്ളതായ മടക്കമാണ് ഫർഖിന്റേത് എന്ന് നോക്കാം. വഖീല, അവിടെ ഒരു ഖീലയുണ്ട്, അങ്ങനെയല്ല, ഇലേക്ക് രണ്ടിലേക്കും കൂടിയാ. ഐ ഇൽ മുആറദതൈനി ഫിൽ അസ്ലി വൽ ഫർഇ, അസ്ലും ഫർഉം കൂട്ടിയിട്ട് മഖീസ് മഖീസ് അലി, ഇത് രണ്ടിലും കൂടിയുള്ള മുആറദത്തിന്റെ ആ രണ്ടിലേക്കുമാണ് ഈ പറഞ്ഞതായ ഫർഖിന്റെ മടക്കം. അത് ഒപ്പാണ് എന്ന് പറയുന്നു. കാരണം അന്നഹു, നിശ്ചയമായിട്ടും ഈ ഫർഖ് അലൽ അവൽ, ആദ്യത്തെ അഭിപ്രായ പ്രകാരം എന്ന് പറഞ്ഞാൽ അസ്ലിലുള്ള മുആറദയിലേക്കാണ് എങ്കിൽ എന്താ ഉണ്ടാകുകയാണ്? ഫർഖ് ഇബ്ദാഉ ഖുസൂസിയ്യത്തിൻ ഫിൽ അസ്ലി, അടിസ്ഥാനമായി മഖീസ് അല്ലെങ്കിൽ എന്തോ ഒരു ഖുസൂസിയത്തുണ്ട്, ആ ഖുസൂസിയത്തിനെ വെളിവാക്കുക. എന്നിട്ട് തുജ്അല, ആ ഖുസൂസിയത്തിന് പുറത്തു കൊടുത്തിട്ട് അതിനാക്കണം. ഷർത്തല്ലിൽ ഹുക്മി, ഹുക്മിന് ഷർത്ത് അതിനാക്കുക. അതെങ്ങനെ? ബിഅൻ തുജ്അല, ആ ഖുസൂസിയത്തിന് ആക്കല, ഷർത്താക്കൽ എങ്ങനെയാ വെച്ചാൽ ആക്കമിൻ ഇല്ലത്തിഹി, ഹുക്മിന്റെ ഇല്ലത്തിൽ പെടുത്തിയതാക്കുക. ഇങ്ങനെയാണ് ആദ്യത്തേത്. അല്ലെങ്കിൽ ഔ ഇബ്ദാഇ ഖുസൂസിയത്തി ഫിൽ ഫർഇ, അല്ലെങ്കിൽ അങ്ങനെ വരാലോ, ആ ഫർഇലുള്ള ഖുസൂസിയത്തിനെ ഒഴിവാക്കിയിട്ട് എന്താ? തുജ്അല മാനിഅൻ മിനൽ ഹുക്മി, ആ ഖുസൂസിയത്തിനെ ഇവിടെ ഹുക്കം വരാൻ പറ്റൂല, അതിനുള്ള തടസ്സമാക്കിയിട്ട് ഹുക്കുമത്തിനെ ഇതിനാക്കുക, എന്തിനെ? ആ ഖുസൂസിയത്തിനാക്കുക. ഇങ്ങനെ വരിക. ഇതാണ് അവ്വല്. പാരസാനി, രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ചോ രണ്ടിലുണ്ട് തന്നെ. അപ്പൊ ഇബ്ദാഉൽ ഖുസൂസിയ്യത്തൈനി മഅൻ, ഒപ്പം അസ്ലും ഫറയിലും ഉള്ളതായിരിക്കുന്ന ഖുസൂസിയത്തിനെ ഇങ്ങോട്ട് എന്താക്കുക? വെളിവാക്കുക. അങ്ങനെ വെളിവാക്കിയിട്ട് പറയുക. ഒന്ന് സിഫത്താക്കി ഇല്ലത്താക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരാൻ, മറ്റു മായമാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി മിസാലുഹു, ഉദാഹരണം പറയട്ടെ. ആദ്യത്തിന്റെ ഉദാഹരണം അസ്ലിന് അൽ അവലി ഫി ശിഖൈഹി, അവന്റെ രണ്ട് ഭാഗമുണ്ട്. ഏതാ രണ്ട് സിക്ക്? ഒന്ന് അസ്ലി, ഒന്ന് ഫറഇ, രണ്ടിലൊന്ന്. അവിടെ എങ്ങനെ ഉദാഹരണം പറയാ? അയ്യഖൂല ശാഫിഇയ്യു, ഷാഫി മദ്ഹബുകാരൻ പറയുക, അന്നിയത്തു ഫിൽ വുളൂഇ, വുളൂഇലുള്ള നിയ്യത്ത് വാജിബത്തുൻ, അത് നിർബന്ധമാണ്. ഏതുപോലെ? കത്തയമ്മി, തയമ്മം പോലെ എന്ന്. അപ്പൊ മഖീസ് അലി അസ്ലി തയമ്മം, പിന്നെ വുളൂഇ എന്ന് പറയുന്നത് ഫർഇ, നിയ്യത്ത് വാജിബത്തും എന്ന് പറയുന്നത് ഹുക്മ്. എന്താണ് സിഫത്ത്? ബിജാമിയ തുഹാറത്തി, രണ്ടിലും ശുദ്ധി വരുത്തുക എന്നുള്ള വിശേഷണമുണ്ട്. ഉളുവിലും തയമ്മത്തിലും. എന്തിനെ തൊട്ട്? അന്നദസിൻ, അശുദ്ധിയെ തൊട്ട്. ഈ രണ്ട് കാര്യവും രണ്ടിലുമുണ്ട്. ഉളുവിലുണ്ട്, തയമ്മത്തിലും ഉണ്ടല്ലോ. അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുന്ന സിഫത്ത്. ഇത് വെച്ചിട്ട് ആണ് പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ഉദാഹരണം. ഇത് ഷാഫി പറഞ്ഞു. ഇനിയുടെ ഫർക്കാട്ടോ.
അവയത്തരുതൽ അനഫിയോ. അപ്പൊ അനഫി അതിന് ഇത്രാദ് ചെയ്യാം. എന്തുകൊണ്ട്? അന്നൽ ഇല്ലത്ത ഫിൽ അസ്ലി, അടിസ്ഥാനത്തിൽ അഥവാ തയമത്തിൽ ഉള്ള ഇല്ലത്ത് എന്താ? അത്വഹാറത്തു ബി തുറാബി, മണ്ണ് കൊണ്ട് ശുദ്ധി വരുത്തുക എന്നുള്ളതാ. അതാണ് അതിലുള്ള ഇല്ലത്ത്. എന്നിട്ട് വായക്കുൽ അനഫിയോ, അനഫിക്കാരൻ പറയണം യു ഖാദുൽ മുസ്ലിമു, മുസ്ലിമിനെ ഖവദ് എവിടെ ശിക്ഷിക്കപ്പെടും? ദിമ്മിയായ കാഫിറിന് പകരം മുസ്ലിം സൃഷ്ടിക്കപ്പെടും. ഏതുപോലെ ഗൈറുൽ മുസ്ലിമി, മുസ്ലിം അല്ലാത്തവനെ പോലെ എന്ന് പറഞ്ഞു. എന്താ? ജാമിഅൽ ഖത്ൽ അംദി അൽ ഉദ്വാൻ, ശത്രുതാപരമായി കരുതി കൂട്ടി കൊല്ലുക. അത് മുസക്കല് കൊണ്ടും മുഹദ്ദദ് കൊണ്ടും ഉണ്ടല്ലോ. അങ്ങനെയാണ് അവിടെ അനഫിക്കാരന് പറയാം. അപ്പൊ അനഫിക്കാരൻ ഇങ്ങനെ പറയുമ്പോൾ ഇത്രാദ് നടത്തി. അപ്പൊ ഇനി മുസ്തദിൽ നേരെ തിരിച്ചെടുത്തും. ഫയഅ്തരിദൽ മുസ്തദിൽ ഷാഫിയു. അപ്പൊ ഷാഫി മദ്ഹബുകാരൻ ഈ അനഫിക്കാരന് മറുപടി കൊടുക്കണം. എന്ത്? ബി അന്നൽ ഇസ്ലാമ ഫിൽ ഫർഇ, ഫർഅ മുസ്ലിമാണ്, വേറെ മുസ്ലിം അസ്ലിമാണ്. അപ്പൊ ഫർഇൽ ഇസ്ലാം എന്ന് പറയുന്നത് മാനിഉ മിനൽ ഖവദി, ശിക്ഷ എന്നതിനെ നടപ്പാക്കുന്നതിന് തടസ്സമാണ് അല്ലേ? ഇനി വഖദ് ദക്കറൽ ആമുദിയു, ആമുദി ഇമാം പറഞ്ഞു, അദാക്കിറു, എങ്ങനത്തെ ആമുദി ഇമാം? ദാക്കിറായ പറയുന്ന. എന്ത്? ലിറുജൂഇൽ ഫർഖി, ഫർഖിന്റെ മടക്കത്തെ കുറിച്ച് പറയുന്നു. എവിടേക്ക്? ഇലാമാ തഖദ്ദമ, നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ അവിടേക്കുള്ള മടക്കം. ആ മടക്കത്തെ കുറിച്ച് പറയുന്ന, അതായത് അസ്ലിലുള്ള മുആറള അല്ലെങ്കിൽ ഫർഇലുള്ള മുആറള അല്ലെങ്കിൽ രണ്ടിലും ഒപ്പമുള്ള മുആറള, ഇങ്ങനെ പറഞ്ഞല്ലോ. ഇങ്ങനെ പറയുന്ന ആളാണ് ആര്? ആമുദിമാം. ആ ആമുദിമാം പറഞ്ഞിട്ടുണ്ട് എന്ത്? അന്ന മിൻ മുസമ്മൽ മുആറളത്തി ഫിൽ അസ്ലി, അസ്ലിൽ ഉള്ള മുആറളയുടെ മുസമ്മയിൽപ്പെട്ടതാണ് ഇബ്ദാഉ ഖൈദിൻ ഫിൽ ഇല്ലത്തി, ഇല്ലത്ത് ഏതാണോ ആ ഇല്ലത്തിലുള്ള ഖൈദ് വെക്കുക, അത് വെളിവാക്കുക. അപ്പൊ തയമ്മം എന്നത് അസ്ലാണ്. ആ തയമ്മം എന്ന് പറയുന്ന അസ്ലിൽ എന്തായെന്നറിയാമോ? ഇല്ലത്ത് എന്താണ്? മണ്ണ് കൊണ്ട് തയമം ചെയ്യുക എന്നുള്ളതാണല്ലോ മണ്ണ്. അതാണ് ഇല്ലത്ത്. ആ ഇല്ലത്തിൽ ഖൈദുണ്ട്, ത്വഹാറത്ത് അല്ലെ? ഇല്ലത്ത് അങ്ങനെ ഖൈദ് വെച്ചു. അത് അസ്ലിലുള്ള മുആറളയുടെ മുസമ്മയിൽപ്പെട്ടതാണ്. അവൻ മുസമ്മൽ മുആറളത്തിൽ ഫർഇ, ഫർഇലുള്ള ഒരു മുസമ്മയുണ്ട്, മുആറളയുടെ മുസമ്മ. ഇബ്ദാഅ മാനിഇൻ മിനൽ ഹുക്മി, ഹുക്മിനെ തടയുന്നതോ അത് വെളിവാക്കി കൊടുക്കുക. ഇതാണ്. വലം യദ്കുർ ദാലിക്കൽ മുസന്നിഫു, മുസന്നിഫ് ഇതിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടുമില്ല. അപ്പൊ അഹാനമായ ഫർഖി, ഫർഖ് എന്ന മാനയെ ഇറക്കി മുസന്നിഫ്. അലാമൈ അലാ മാലം യദ്കുറുഹു, മുസന്നിഫ് പറഞ്ഞിട്ടില്ലല്ലോ. ആ പറയാത്തതിന്റെ മേലിൽ ഫർഖി എന്ന് പറയുന്ന മാനയെ ഇറക്കി. ഖിലാഫിൽ ആമുദി, ആമുദി ഇമാമിന് എതിരായിട്ട്. ആമുദി ഇമാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒക്കെ പറഞ്ഞ് ലെവലാക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇവിടെ ഒരു ഇത്റാദ് ഉണ്ട് മുസന്നിഫിന്റെ മേലില്. എന്താണ് ഇത്റാദ്? മുസന്നിഫ് ഇവിടെ അഹാലയാക്കി ഇറക്കി. അത് റാജുൽ മുആറള എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോ ആ വാക്ക്. അത്തരം വാക്കുകൊണ്ട് എന്താക്കി ഇവിടെ ഇറക്കി വിട്ടു. അല മാലം യദ്കുറുഹു, ലാസാബിക്കം വല അലാലായിഖൻ, ഇപ്പോഴും അപ്പോഴുമില്ല, മുമ്പുമില്ല ഇപ്പോഴുമില്ല. ഇങ്ങനെ അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തതിന്റെ മേലിൽ മുആറളയിലേക്ക് മടങ്ങുന്നതാണ് ഫർഖ് എന്നും പറഞ്ഞുകൊണ്ട് മുസന്നിഫ് അവിടെ മുഹാലാക്കി വെച്ചിരിക്കുകയാണല്ലോ എന്നതാണ് മുസന്നിഫിന്റെ മേലുള്ള എഴുത്തറാദ്. ആ ഒരു എഴുത്തറാദിന്റെ രൂപമാണ് വഖദ് ദക്കറൽ ആമുദിയും എന്നും പറഞ്ഞിട്ട് ബി ഖിലാഫിൽ ആമുദി എന്നും പറഞ്ഞുകൊണ്ട് വന്നത്. ഇങ്ങനത്തെ ഒരു പരിപാടി മുസന്നിഫ് നടത്തിയിട്ടുണ്ട്. വസഹീഹോ, എന്താ വിലപ്പെട്ട അഭിപ്രായത്തില് ഖാദിനെ ഫർഖിനെ കുറിച്ച്? അന്നഹു അയൽ ഫർഖ, ഫർഖ് ഖാദിഹുൻ, അത് മോശമാണ്. വഇൻ ഖീല, പറയപ്പെട്ടാലും ഇന്നഹു ഫർഖ് സുആലാനി, രണ്ട് ചോദ്യമാണ് ഇവിടെ ഉള്ളത്. അതെങ്ങനെ? ബിനാഅൻ അലൽ ഖൗലി സാനി ഫീഹി, ഫർഖിലുള്ള രണ്ടാമത്തെ ഖൗലിന്റെ മേലെടുത്തത് കൊണ്ടാണ്
ഇവിടെ 2 സുആലാണ് എന്ന് പറയപ്പെട്ടാലും ശരി എന്ന് പറയാൻ കാരണം ലി അന്നഹു നിശ്ചയമായിട്ടും അത് ഫർഖ് യുഅസ്സിറു ഫലം വരുത്തും ഫി ജമീൽ മുസ്തദില്ലി മുസ്തദില്ലായിട്ട് വരാൻ പറ്റുന്ന ഏതുണ്ടോ അതിലൊക്കെ അത് പറ്റും. വഖീല പറയപ്പെട്ടിട്ടുണ്ട് ലാ യുഅസ്സിറു ബിഹി ആ ഇല്ലത്ത് എല്ലാത്തിലും എന്താവൂല ഫലം വരുത്തൂല. വഖീല പറയപ്പെട്ടു ലാ യുഅസ്സിറു ഫലം വരുത്തൂല അൽ ഖൗലി ബി അന്നഹു സുആലാനി 2 ചോദ്യമാണ് ഫർഖ് എന്ന അഭിപ്രായ പ്രകാരം ഫലം വരുത്തൂല. കാരണം ലി അന്ന ജംഅൽ അസ്ഇലത്തുൽ മുഖ്തലിഫത്തി വിഭിന്നമായി നിൽക്കുന്ന ചോദ്യങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടല് വൈറു മഖബൂലിൻ അത് സ്വീകരിക്കപ്പെടാത്തതല്ലേ. അതുകൊണ്ട് ഫസഖത്തൽ മുസന്നിഫു അൻ ജവാബിൽ ഫർഖി ഫർഖിന്റെ മറുപടി എന്താണോ അതിനെക്കുറിച്ച് മുസന്നിഫ് മിണ്ടിയില്ല. മിണ്ടാതെ നടന്നു, മിണ്ടിയിട്ടല്ല. യുജാബ് ബിഹി എങ്കിൽ ആ ഫർഖിനുള്ള മറുപടി നൽകപ്പെടാൻ പറ്റുന്ന ഒന്നിൽപ്പെട്ടതാണ് എന്ത് മന്നു കൗനിൽ മുബ്ദാഫിൽ അസ്ലി. ഇവിടെ അസിൽ വെളിവാക്കി എന്ന് പറഞ്ഞല്ലോ, ആ വെളിവാക്കപ്പെട്ടത് ആവുക എന്താവുക ജുസ്അൻ മിനൽ ഇല്ലത്തി ഇല്ലത്തിൽ ഒരു ഭാഗമായിട്ടോ ഒരു അംശമായി വരിക എന്നുള്ളത് ഇല്ല. വബിൽ ഫർഇ ഫർഇൽ ആ മുബ്ദായാവുക മാനിഅ മിൻ ഹുക്മി ഹുക്മിനെ തൊട്ട് തടയുന്നതാവുക ഫർഇൽ ഏത് കൗനുൽ മുബ്ദ ആ വെളിവാക്കപ്പെടുന്നതാവുക എന്നുള്ളതും ഇല്ല. ഇങ്ങനെയാണ് ഫർഖിന്റെ ജവാബിനുള്ള ഫർഖിന്റെ ജവാബ്. ഇനി നമുക്ക് പറയാനുള്ളത് സഹീഹായ അഭിപ്രായ പ്രകാരം ഉസൂലുകൾ തഅദ്ദുദാവുന്നതിനെ കുറിച്ചും ഇല്ലത്തുകൾ 2 വരുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. ഗഹനമായ നല്ലൊരു ചർച്ച. ഇൻഷാ അല്ലാഹ് നാളെ മരിച്ചില്ല എങ്കിൽ നമുക്ക് ആ ഭാഗം അങ്ങ് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്ത ചർച്ചകൾ നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കട്ടെ. അതിലുള്ള എല്ലാ സർവ്വന്യൂനതകളും അള്ളാഹു പുറത്തു തന്ന് ഇൽമിയായൊരു പ്രകാശം എനിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും എല്ലാ വിധേയരെയും ദീനിൽ ഉപകരിക്കുന്നതാക്കി അള്ളാഹു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ വിടുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.